ഒരു നബി ഉണ്ടായിരുന്നു. സ്വന്തം നാവിനെയും ഹൃദയത്തെയും ദേഷ്യത്തെയും നിയന്ത്രിച്ച ഒരാൾ. ഇബ്ലീസ് തന്നെ അവനെ ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഒരു നിമിഷം പോലും അവൻ തോറ്റില്ല. അദ്ദേഹത്തിൻ്റെ പേര് ദുൽകിഫ്ൽ അലൈഹിസ്സലാം. 25 നബിമാരിൽ ഒരാൾ, വാക്ക് പാലിച്ച മനുഷ്യൻ, ക്ഷമയുടെ യോദ്ധാവ്. ഒരു വൃദ്ധനായ ഭരണാധികാരി ജനതയുടെ മുന്നിൽ നിന്ന് ചോദിച്ചു, ആരാണ് ജീവിതം മുഴുവൻ ഈ 3 വ്യവസ്ഥകൾ പാലിക്കുക? ദിവസവും നോമ്പ്, രാത്രിയെല്ലാം നമസ്കാരം, ഒരിക്കലും ദേഷ്യമില്ല. ജനങ്ങൾ മൗനമായി. പക്ഷേ ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നു. ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ആ നിമിഷം ചരിത്രം മാറി. ആ യുവാവ് ദുൽകിഫ്ൽ അലൈഹിസ്സലാമായി. ആ ദിനം മുതൽ ഒരു നോമ്പും വിട്ടില്ല, ഒരു രാത്രിയും ആരാധന വിട്ടില്ല, ഒരു നിമിഷം പോലും ദേഷ്യം കാണിച്ചില്ല. ഇബ്ലീസ് ഈ ക്ഷമ കണ്ടു, ഈ ആരാധന കണ്ടു. അവൻ പറഞ്ഞു, ഈ മനുഷ്യനെ ഞാൻ തകർക്കും. ഒരു വൃദ്ധന്റെ രൂപത്തിൽ അവൻ ദുൽകിഫ്ൽ അടുത്തെത്തി. അദ്ദേഹം വിശ്രമിക്കാൻ പോകുന്ന ഓരോ സമയത്തും അവൻ വന്നു. വ്യാജ പരാതികൾ പറഞ്ഞു, വീണ്ടും വീണ്ടും വന്നു. ഉറക്കം നഷ്ടപ്പെടുത്തി, സമയം നഷ്ടപ്പെടുത്തി, ദേഷ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ദുൽകിഫ്ൽ അലൈഹിസ്സലാം ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയില്ല, ഒരിക്കൽ പോലും ക്ഷമ നഷ്ടപ്പെടുത്തിയില്ല. ഒടുവിൽ ഇബ്ലീസ് തന്നെ ക്ഷീണിച്ചു. ഒരു മലക്ക് അറിയിച്ചു, ദുൽകിഫ്ൽ, ഇബ്ലീസ് നിന്നോട് പരാജയപ്പെട്ടു. അദ്ദേഹം ഇബ്ലീസിനെ ജയിച്ചത് ശക്തി കൊണ്ടല്ല, ആയുധം കൊണ്ടല്ല, ക്ഷമ കൊണ്ട്, വാക്ക് പാലിക്കൽ കൊണ്ട്, നിരന്തര ആരാധന കൊണ്ട്. ഇന്ന് നിനക്ക് ദേഷ്യം വരുന്ന ഓരോ നിമിഷത്തിലും ദുൽകിഫ്ൽ അലൈഹിസ്സലാമിനെ ഓർക്കൂ. കാരണം ദേഷ്യം ഇബ്ലീസിൻ്റെ ആയുധമാണ്, ക്ഷമ അള്ളാഹുവിൻ്റെ ആയുധവും. ഈ കഥ നിനക്ക് സ്പർശിച്ചോ? യാ റഹ്മാൻ, യാ അള്ളാഹ് എന്ന് കമൻറ്റിൽ എഴുതൂ.